1946 ഫെബ്രുവരി. രണ്ടാം ലോക മഹായുദ്ധം ലോകത്തെ തളർത്തിയിട്ട കാലം. എന്നാൽ ഇന്ത്യയിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അതിൻ്റെ പാരമ്യത്തിലായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ ശ്വാസം മുട്ടിയ ഒരു ജനത പ്രതികാരദാഹത്താൽ തിളച്ചു മറിയുകയായിരുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇന്ത്യൻ പട്ടാളക്കാർ നേരിട്ട നിന്ദ്യമായ വിവേചനം, അവർക്ക് നൽകിയിരുന്ന മോശം ഭക്ഷണം, അതിലുപരി മനുഷ്യത്വരഹിതമായ പെരുമാറ്റം, ഇതെല്ലാം ഒരു പൊട്ടിത്തെറിക്ക് കാത്തു നിൽക്കുകയായിരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ധീരമായ പോരാട്ടങ്ങളും അവരുടെ നേതാക്കൾക്കെതിരായ ആസഫ് ബ്രോ കേസുമെല്ലാം ദേശസ്നേഹത്തിന്റെ അഗ്നി ആളിക്കത്തിച്ചിരുന്നു. ആ അസഹിഷ്ണുതയുടെ തീപ്പൊരിയാണ് മുംബൈയിലെ കപ്പൽ ശാലകളിൽ ആളിപ്പടർന്നത്. HIMS തൽവാർ എന്ന യുദ്ധക്കപ്പലിൽ നിന്നാണ് ആ കൊടുങ്കാറ്റ് വീശിയത്. മോശം ഭക്ഷണം, മോശം പെരുമാറ്റം, നാവികരായ MS ഖാനും പീറ്റർ അൽവയും പോലുള്ള യുവ നേതാക്കളുടെ നേതൃത്വത്തിൽ അവർ വിളിച്ചു പറഞ്ഞു. തങ്ങൾക്ക് ലഭിച്ച ഭക്ഷണം വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധിച്ചു. ഇത് കേവലം ഒരു പ്രതിഷേധമായിരുന്നില്ല. ഇന്ത്യ വിടുക, ജയ് ഹിന്ദ്, കപ്പലുകളിൽ നിന്ന് ഉയർന്ന ഈ മുദ്രാവാക്യങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് നേരെയുള്ള ഒരു തുറന്ന യുദ്ധ പ്രഖ്യാപനമായിരുന്നു. കപ്പലിന്റെ റേഡിയോ ഉപയോഗിച്ച് അവർ രഹസ്യമായി മറ്റ് കപ്പലുകളുമായി നാവിക കേന്ദ്രങ്ങളുമായും ബന്ധപ്പെട്ടു. ഒരു വിപ്ലവത്തിന് വിത്തുപാകി. മുംബൈയിൽ നിന്ന് തീപിടിച്ച ഈ പ്രക്ഷോഭം കാട്ടുതീ പോലെ കറാച്ചി, കൽക്കട്ട, കൊച്ചി എന്നിവിടങ്ങളിലെ നാവിക കേന്ദ്രങ്ങളിലേക്കും മറ്റ് കപ്പലുകളിലേക്കും പടർന്നു. 20,000-ഓളം വരുന്ന നാവികർ ഈ സമരത്തിൽ അണിനിരന്നു. തങ്ങളുടെ കപ്പലുകളിൽ നിന്ന് ബ്രിട്ടീഷ് യൂണിയൻ ജാക്ക് പതാകകൾ അവർ വലിച്ചെറിഞ്ഞു. പകരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവയുടെ പതാകകൾ ഒരുമിച്ച് ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചു. അത് ഹൈന്ദവ മുസ്ലിം ഐക്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിനായുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ അടങ്ങാത്ത ദാഹത്തിൻ്റെയും പ്രതീകമായിരുന്നു. തങ്ങളുടെ ആവശ്യങ്ങൾ അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഭക്ഷണം മെച്ചപ്പെടുത്തുക, ബ്രിട്ടീഷ് സൈനികരുമായി തുല്യമായ ശമ്പളം ഉറപ്പാക്കുക, തടവിലാക്കപ്പെട്ട എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കുക, ഉടനടി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ഈ ഐതിഹാസിക നാവിക കലാപത്തിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായ പിന്തുണയുമായി മുന്നോട്ട് വന്നു. അവർ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും തെരുവിലിറക്കി. നാവികർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 22-ന് ബോംബെയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാനപ്രകാരം വൻ ഹർത്താൽ നടന്നു. ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഫാക്ടറികളിൽ നിന്ന് പുറത്തിറങ്ങി നാവികർക്ക് കരുത്ത് പകർന്നു. നാവിക കലാപത്തിന് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് തെരുവുകളിൽ ലഘുലേഖ വിതരണം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കലാപത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായുള്ള ഒരു വിപ്ലവകരമായ മുന്നേറ്റമായി കണ്ടു. ജനകീയ പിന്തുണയോടെ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഈ കലാപത്തോട് വ്യത്യസ്തമായ കാഴ്ചപ്പാടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബുൽ കലാം ആസാദ് തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ നാവികരോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. ഒരു അഹിംസാത്മകമായ അധികാര കൈമാറ്റമായിരുന്നു അവരുടെ ലക്ഷ്യം. ഇങ്ങനെ ഒരു സായുധ കലാപം തങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നീക്കങ്ങളെ തടസ്സപ്പെടുത്തുമോ എന്നവർ ഭയന്നു. മുസ്ലിം ലീഗും സമാനമായ നിലപാട് സ്വീകരിച്ച് നാവികരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അതേസമയം ബ്രിട്ടീഷ് ഭരണകൂടം ഈ കലാപത്തെ അടിച്ചമർത്താൻ കടുത്ത സൈനിക നടപടികൾ സ്വീകരിച്ചു. വെടിവെപ്പും അറസ്റ്റുകളുമായി അവർ കലാപം അടിച്ചമർത്താൻ ശ്രമിച്ചു. വിമതരായ നാവികരെ അറസ്റ്റ് ചെയ്ത് മിലിറ്ററി കോടതികളിൽ വിചാരണ ചെയ്യുകയും ക്രൂരമായ ശിക്ഷകൾ നൽകുകയും ചെയ്തു. എന്നാൽ ഈ നടപടികൾ ബ്രിട്ടീഷുകാരുടെ കപടമുഖം കൂടുതൽ വെളിവാക്കുകയായിരുന്നു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പിന്തുണയുടെ അഭാവം നാവിക കലാപത്തെ ദുർബലപ്പെടുത്തി. ഒടുവിൽ ഫെബ്രുവരി 23-ന് നാവികർക്ക് കീഴടങ്ങേണ്ടി വന്നു. എന്നാൽ ഈ സംഭവത്തിന്റെ സ്വാധീനം ഇന്ത്യൻ ചരിത്രത്തിൽ മായാതെ കിടക്കുന്നു. ബ്രിട്ടീഷ് സൈന്യത്തിനുള്ളിൽ പോലും തങ്ങൾക്ക് ഇനി ഇന്ത്യക്കാരെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ലെന്ന് ഈ കലാപം ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തി. ഇന്ത്യൻ സൈന്യത്തിൽ പടർന്ന അസംതൃപ്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് ഒരു വലിയ ഭീഷണിയായി മാറി. 1857-ലെ ശിപ്പായി ലഹളയ്ക്ക് ശേഷം ഇങ്ങനൊരു സൈനിക കലാപം ബ്രിട്ടീഷുകാരുടെ ഉറക്കം കെടുത്തി. ഡൽഹിയിലും ബംഗാളിലും ഉൾപ്പെടെ ഇന്ത്യൻ ജനത ഈ ആവിഷ്കാരങ്ങളെ ഒരു പുതിയ ഉണർവോടെയാണ് കണ്ടത്. ബ്രിട്ടീഷുകാർക്ക് ഇനി ഇന്ത്യയിൽ സർക്കാർ ഭരണം സാധ്യമല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള അവരുടെ തീരുമാനത്തെ വേഗത്തിലാക്കാൻ നിർബന്ധിതരാക്കി. ഇരുണ്ട സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ ആ നാവികർ ഉയർത്തിയ സ്വാതന്ത്ര്യത്തിന്റെ പതാക ഒരു ജനതയുടെ അദമ്യമായ ഇച്ഛാശക്തിയുടെ പ്രഖ്യാപനമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ കലാപം ഒരു വെറും അധ്യായമല്ല, അതൊരു അഗ്നിജ്വാലയായിരുന്നു. ഭയത്തെ പോലും ഭയപ്പെടുത്തിയ ഒരു നിശ്ചയദാർഢ്യം. മറ്റൊരു ചരിത്ര കൗതുകവുമായി നമുക്ക് വീണ്ടും കാണാം, ഒന്നിക്കാം.